ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് അമേരിക്കയുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ജിയോ പൊളിറ്റിക്സും അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അവരുടെ തന്ത്രപരമായിട്ടുള്ള താല്പര്യങ്ങളും നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അവർ ഒരിക്കലും സംതൃപ്തരല്ല ഈ ലോകത്ത്, അല്ലെങ്കിൽ അവരൊരിക്കലും വെറുതെ ഇരിക്കത്തില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ്. ആദ്യം അവര് അഫ്ഗാനിസ്ഥാനിൽ നിന്നും 2021 പ്രസിഡന്റ് ജോ ബൈഡൻ അധികാരത്തിൽ ഇരുന്നപ്പോഴാണ് അമേരിക്കൻ സേന അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്മാറി പോകുന്നത്. താലിബാന് അവിടുത്തെ ഭരണം ഏൽപ്പിക്കുകയും അമേരിക്കൻ സൈന്യം പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്നാലും അവരുടെ കുറച്ച് ട്രൂപ്സൊക്കെ അവിടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഒത്തിരി എണ്ണത്തിൽ ഒത്തിരി ഒന്നുമില്ല, എന്നാലും വളരെ കുറച്ച് അമേരിക്കൻ ട്രൂപ്സ് ഇപ്പോഴും താലിബാനിലുണ്ട്, സോറി, അഫ്ഗാനിസ്ഥാനിലുണ്ട്. എന്നാലും വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അവരുടെ റോളുകൾ അവിടെ ഏകദേശം അവസാനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് 2021 ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്തായിരുന്നു അത് സംഭവിച്ചത്. അതിനു മുമ്പ് ട്രംപിന്റെ ആദ്യത്തെ പ്രസിഡൻഷ്യൽ ടേമിൽ തന്നെ ട്രംപ് താലിബാനുമായിട്ടുള്ള സമാധാന ചർച്ചകൾക്കൊക്കെ തുടക്കം കുറിക്കുകയും അതിന്റെ പിന്നെ എന്താണ് പറയുന്നത്, ഒരു അതിനെ പിന്തുടർന്നിട്ടാണ് പിന്നെ ജോ ബൈഡന്റെ സമയത്ത്. കാരണം നമുക്കറിയാം, അമേരിക്കയിലെ പ്രസിഡന്റുമാർ ആര് മാറി വന്നു കഴിഞ്ഞാലും, പാർട്ടികൾ മാറി വന്നു കഴിഞ്ഞാലും അമേരിക്കയുടെ പോളിസീസിനൊന്നും തന്നെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അവരുടെ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള അവരുടെ നയങ്ങൾക്കും അല്ലെങ്കിൽ താല്പര്യങ്ങൾക്കും ഒന്നും പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പാർട്ടികൾ അവിടെ മാറി വരുന്നുണ്ട്, ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയൊക്കെ മാറി വരുന്നുണ്ടെങ്കിൽ തന്നെയും അതൊക്കെ നമുക്ക് ഉപരിപ്ലവമായിട്ടുള്ള ചില മാറ്റങ്ങൾ മാത്രമെന്നല്ലാതെ അതിന് നമുക്ക് പരിഗണിക്കാൻ സാധിക്കത്തില്ല. ഓക്കെ. അപ്പോൾ ബൈഡന്റെ സമയത്താണ് ഈ പറഞ്ഞ അമേരിക്കൻ ട്രൂപ്സിന്റെ വിത്ഡ്രോവൽ അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അവിടുത്തെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണ് ബാഗ്രാം എയർപോർട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ എയർപോർട്ട് ഇപ്പോൾ അമേരിക്കയ്ക്ക് തിരിച്ചു വേണം എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് പറയുന്നത് വളരെ പ്രൊവോക്കേറ്റീവ് ആയിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം ബ്രിട്ടനിൽ അല്ലെങ്കിൽ യു കെയിലൊരു സന്ദർശനം നടത്തുന്ന വേളയിലാണ് ഇങ്ങനൊരു പ്രസ്താവന ഇറക്കിയത്. സോഷ്യൽ പ്ലാറ്റ്ഫോമിലാണ്. അതായത് അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഈ എയർ ബേസ് അമേരിക്കയ്ക്ക് നൽകിയില്ലെങ്കിൽ വളരെ വില കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് താലിബാൻ അറിയത്തില്ല എന്നും ഉള്ള ഭീഷണിയാണ് പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പക്ഷെ താലിബാൻ അതിനെ ഡിനേ ചെയ്തു. കാരണം ഇനിയും ഒരു ഫോറിൻ ഫോഴ്സിനും അല്ലെങ്കിൽ ഒരു വിദേശ ശക്തിക്കും അഫ്ഗാനിസ്ഥാനിൽ കാലുകുത്താൻ ഇടം നൽകില്ല എന്ന് താലിബാന്റെ പോളിസിയാണ്. താലിബാൻ അതിനോട് നോ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും അതിനെ എതിർക്കാൻ സാധ്യതയുള്ളതും എതിർത്തതും ചൈനയാണ് തീർച്ചയായിട്ടും. കാരണം എന്തുകൊണ്ട് ബാഗ്രാം എയർബേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമുക്ക് പറയാം. മറ്റൊരു വീഡിയോ ഇതിനെക്കുറിച്ച്, ഈ ബാഗ്രാം എയർപോർട്ടിനെ കുറിച്ച് അല്പം കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ബാഗ്രാം എയർപോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് അമേരിക്കയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം വളരെ തന്ത്രപരമായിട്ടുള്ളൊരു എയർപോർട്ടാണ്. അത് 1950-കളിൽ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ പണിഞ്ഞതാണ്. അതിനുശേഷം 1979 സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാൻ ഇൻവേഡ് ചെയ്ത സമയത്ത് അവരത് പിടിച്ചെടുക്കുകയും പിന്നെ താലിബാൻ വരികയും താലിബാൻ അതിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുകയും പിന്നെ അതിന് താലിബാനെ പുറത്താക്കി അമേരിക്ക വന്നപ്പോൾ വീണ്ടും അമേരിക്ക അതിനെ പുതുക്കി പണിഞ്ഞ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു എയർബേസും വലിയൊരു എന്താണ് പറയുന്നത്, ഒരു മൈക്രോ സിറ്റിയൊക്കെ ആക്കി അതിനെ മാറ്റി എന്നൊക്കെ ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഈ തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ഒരു എയർബേസ് അമേരിക്കയ്ക്ക് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ വേണം എന്ന അമേരിക്കയുടെ പ്രസിഡന്റും അല്ലെങ്കിൽ അമേരിക്കയെ നിർബന്ധം പിടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന ജിയോ പൊളിറ്റിക്സ്, ഇറാൻ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ചൈനയ്ക്ക് മേളിൽ കൂടുതൽ തന്ത്രപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുവാനും അതുപോലെ തന്നെ റഷ്യയുടെ മുകളിലും ഒക്കെ തന്നെ, ഇറാൻ, റഷ്യ, ചൈന ഈ മൂന്ന് രാജ്യങ്ങളുടെ മേൽ പൂർണ്ണമായിട്ടുള്ള എന്താണ് പറയുന്നത്, ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഡോമിനൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം യു കെയിലൊരു വിസിറ്റിലാണ് ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്.
പ്രസ് കോൺഫറൻസ്, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായിട്ടുള്ള പ്രസ് കോൺഫറൻസിലാണ് ഈ പ്രസിഡന്റ് ട്രംപ് ഞങ്ങൾ ഈ എയർബേസ് എത്തിച്ചെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അമേരിക്കയുടെ മാത്രം ആ, താല്പര്യമല്ല, അല്ലെങ്കിൽ തീരുമാനമല്ല. ഇത് ബ്രിട്ടന്റെയും UK US ആക്സിസിന്റെ തീരുമാനമാണ്. കാരണം അവരാണല്ലോ ഈ ഇറാഖിലും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ തന്നെ യുദ്ധം ചെയ്ത് രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, അല്ലേ? അപ്പം അതുകൊണ്ട് UK വിസിറ്റിന്റെ സമയത്താണ് ഇദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഈ എയർബേസിന്റെ തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കായുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2001 അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ചെന്നതിന് ശേഷം, അതായത് താലിബാനെ അവിടുന്ന് ഭരണത്തിൽ നിന്ന് മാറ്റി അമേരിക്ക സെപ്റ്റംബർ 11 ഓൾ- അമേരിക്കയിലെ സെപ്റ്റംബർ 11 ട്വിൻ ടവർ അറ്റാക്കിന് ശേഷം അവർ താലിബാനെതിരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ, ബോംബിങ്ങും ഒക്കെ തന്നെ നടത്തി താലിബാനെ അവിടുന്ന് ഭരണത്തിൽ നിന്ന് അവരെ മാറ്റി അമേരിക്ക അഫ്ഗാനിസ്ഥാന നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം ഈ പറഞ്ഞ ബാഗ്രാം എയർബേസ് ആണ് പിന്നീടുള്ള 10-20 വർഷം, ഏകദേശം 2 ദശാബ്ദത്തോളം അമേരിക്കയുടെ അഫ്ഗാനിസ്ഥാനിൽ മാത്രമല്ല ഈ റീജിയണലായിട്ടുള്ള ചൈന, റഷ്യ, ഈവൻ പാകിസ്ഥാൻ, ഇന്ത്യ, ഇറാൻ ഇതുപോലുള്ള രാജ്യങ്ങളുടെ എല്ലാം മുകളിൽ വളരെ ശക്തമായിട്ടുള്ള ഇൻ്റലിജൻസും സർവലൻസും ഒക്കെ നടത്തുവാൻ വേണ്ടി അമേരിക്കയ്ക്ക് കഴിഞ്ഞത് എന്നുള്ളത് ഈ ബാഗ്രാം എയർബേസിനെ, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഈ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഇൻസ്റ്റലേഷനെ അടിസ്ഥാനമാക്കിയാണ്, ബേസ് ചെയ്താണ് ശരിക്കും പറഞ്ഞിട്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റിലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ ന്യൂക്ലിയർ വെപ്പൺ ഫെസിലിറ്റിക്ക് വളരെ അടുത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ട്രംപ് നോക്കുന്നതും ട്രംപ് ഇപ്പോൾ അതിനെ ലക്ഷ്യമിടുന്നത് കൊണ്ടാണ്. അപ്പം നമുക്കതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പം നമ്മൾ ഈ ഒരു മാപ്പിനകത്തിൽ ഇവിടാണ് ബാഗ്രാം എയർബേസ്. അപ്പം ഈ എയർബേസ് ഇത് ഇത് ചുറ്റിനും അമേരിക്കയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെയും ഇന്ത്യയും ഒക്കെ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, കാരണം അമേരിക്കയ്ക്ക് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള വളരെ ക്രിട്ടിക്കലായിട്ടുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഈ ഒരു എയർബേസിൻ്റെ ആക്സസ് അവർക്ക് ലഭിക്കുകയാണെങ്കിൽ ചൈനയുടെ മുകളിലും ഇന്ത്യയുടെ മുകളിലും പാകിസ്ഥാൻ്റെ മുകളിലും ഇറാൻ്റെ മുകളിലും, ഇവിടെ റഷ്യക്ക് ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലങ്ങളാണ് ഈ ടർക്ക്മെനിസ്ഥാൻ ഇതുപോലുള്ള സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞത്. ഇവിടെയൊക്കെ തന്നെ അമേരിക്കയ്ക്ക് വൻതോതിലുള്ള എന്താണ് ഇൻ്റലിജൻസ് ഓപ്പറേഷൻസും സർവലൻസ് ഓപ്പറേഷൻസും ഒക്കെ തന്നെ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഈ എയർബേസ് അവർക്ക് താലിബാൻ നൽകണം എന്നുള്ള ഒരു ക്ലെയിം, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു അവകാശവാദവുമായിട്ട് ട്രംപ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ചൈനയെ സംബന്ധിച്ച് ഇത് അമേരിക്കയുടെ കയ്യിൽ ഈ എയർബേസ് തിരികെ കിട്ടുകയാണെങ്കിൽ ചൈനയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരിക്കും. കാരണം ഇപ്പോൾ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയതിനു ശേഷം ആ ഒരു പവർ വാക്വം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫില്ല് ചെയ്യുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയ്ക്ക് ഇപ്പം താലിബാന്റെ നേതൃത്വത്തിലുള്ള നിയന്ത്രണത്തിലുള്ള അഫ്ഗാനിസ്ഥാനിൽ വൻതോതിലുള്ള സ്വാധീനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ സ്വാധീനം ഭയങ്കരമായിട്ടുള്ള സാമ്പത്തികമായിട്ടും ഇക്കണോമിക്കായിട്ടും മറ്റു രീതിയിലുള്ള സ്ട്രാറ്റജിക്കായിട്ടും ഒക്കെയുള്ള അവരുടെ സ്വാധീനം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ അമേരിക്കയ്ക്ക് ശരിക്കും അഫ്ഗാനിസ്ഥാനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു തിരിച്ചടിയാണ്. അപ്പം ഈ പറഞ്ഞൊരു ട്രംപിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് അഡ്മിനിസ്ട്രേഷനിൽ അദ്ദേഹമാണ് ഈ താലിബാനുമായിട്ട് ഈ സമാധാന ചർച്ചകൾ ബ്രോക്കർ ചെയ്തതും. അപ്പം അതിനുശേഷം 2021 പ്രസിഡന്റ് ഈ ബൈഡൻ വന്നപ്പോൾ പൂർണ്ണമായിട്ടും അമേരിക്ക അവിടുന്ന് അവരുടെ സൈന്യത്തെ പിൻവലിക്കുകയൊക്കെ തന്നെയായിരുന്നു. പിന്നീട് ട്രംപ് അതിനെക്കുറിച്ച് ബൈഡനെ ക്രിറ്റിസൈസ് ചെയ്യുകയും കുറ്റം പറയുകയൊക്കെ ചെയ്തു എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബ്രിട്ടനിലെ വിസിറ്റിൽ പ്രസ് കോൺഫറൻസിൽ ജേർണലിസ്റ്റ് ട്രംപിനോട് ചോദിച്ചു, താലിബാൻ ഇത് നൽകാൻ തയ്യാറായില്ലെങ്കിൽ അമേരിക്ക ട്രൂപ്പിനെ ഡിപ്ലോയ് ചെയ്യുമോ, അല്ലെങ്കിൽ സേനയെ ഉപയോഗിക്കുമോ, അല്ലെങ്കിൽ സേനാബലം ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ടുള്ള മറുപടി ഒന്നും നൽകിയിട്ടില്ല. വളരെ എവേസീവായിട്ടുള്ള, അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറി പോവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് ഈ എയർബേസ് കിട്ടുന്നതിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഈ ഇൻസ്റ്റലേഷൻ വളരെ വൈറ്റലായിട്ടുള്ള
ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ക്രൂഷ്യലായിട്ടുള്ള ഈ എയർബേസ് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. കാരണം ചൈന ചൈന ഓൾറെഡി അഫ്ഗാനിസ്ഥാനിൽ വൻതോതിലുള്ള സ്വാധീനം ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലൊരു എയർബേസ് ചൈനയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് ഇതിൻ്റെ മുകളിൽ സ്വാധീനവും അല്ലെങ്കിൽ നിയന്ത്രണമൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചൈനയ്ക്ക് മാത്രമല്ല റഷ്യയ്ക്കും സോറി അമേരിക്കയ്ക്ക് മാത്രമല്ല റഷ്യയ്ക്കും ഒക്കെ തന്നെ അത് പിന്നീട് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ബാഗ്രാം ഈ എയർബേസിനെ പറ്റി പല എന്താണ് പറയുന്നത് കോൺട്രവേഴ്സീസും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം അവിടുത്തെ ഡിറ്റൻഷൻ ക്യാമ്പിൽ നടക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് അതൊക്കെ നമ്മൾ നേരത്തെ പണ്ട് കേട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആംനസ്റ്റി ഇൻ്റർനാഷണലും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് ഇതിനകത്തിൽ ഇടപെടുകയും ഇവിടെ നടക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനെ കുറിച്ചൊക്കെ അവർ ഒത്തിരി പിന്നെ ന്യൂസുകളും അല്ലെങ്കിൽ കാര്യങ്ങളും ഒക്കെ ഡോക്യുമെൻ്ററി ഒക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അമേരിക്ക അവിടെ നടത്തുന്ന ഭയങ്കരമായിട്ടുള്ള അവിടുത്തെ ഡിറ്റൈനീസ്, കാരണം ഈ തീവ്രവാദികളാണെന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഈ ഡിറ്റൻഷൻ ക്യാമ്പിൽ അവർ നടത്തുന്ന ഭയങ്കരമായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനെ കുറിച്ചൊക്കെ ഒത്തിരി ആക്ഷേപങ്ങൾ അക്കാലത്തൊക്കെ നമ്മൾ കേട്ടുള്ളതാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ച് പറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇങ്ങനൊരു ലാർജ് സ്കെയിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ് നടക്കുന്നതെന്നൊക്കെ പുറത്തു വന്നതോടുകൂടി ശരിക്കും പറഞ്ഞാൽ. അപ്പം ചൈനയെ സംബന്ധിച്ച് അമേരിക്കയെ സംബന്ധിച്ച് പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഇൻഫ്ലുവൻസ് അഫ്ഗാനിസ്ഥാനിൽ പ്രത്യേകിച്ച് താലിബാനുമായിട്ടുള്ള കൂട്ടുകെട്ടൊക്കെ തന്നെ വളരെ വൻതോതിൽ വ്യാപകമായിട്ട് വർദ്ധിച്ചു വരികയാണ്. അത് അമേരിക്കയ്ക്ക് ഒരു ഹെഡേക്ക് ഉണ്ടാക്കുന്ന ഒരു സീനാണ് നമ്മളിപ്പോൾ കാണുന്നതിനാൽ. അപ്പം യു എസിനകത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എന്തുകൊണ്ട് വിഡ്രോ ചെയ്തു, ഇങ്ങനൊരു മണ്ടത്തരം കാണിച്ചു, അവർക്ക് തീർച്ചയായിട്ടും അറിയാം. കാരണം യു എസ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ റഷ്യ അല്ലെങ്കിൽ ഈവൻ റഷ്യ അല്ലെങ്കിൽ തന്നെ ചൈന അഫ്ഗാനിസ്ഥാനിൽ അവരുടെ നിലയുറപ്പിക്കാനോ അവർക്ക് അവിടെ സ്വാധീനം ലഭിക്കാനോ ഒക്കെയുള്ള വൻതോതിലുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് തിരിച്ചറിയാൻ വയ്യാത്ത കാര്യമൊന്നുമില്ല. അപ്പോൾ ആ തിരിച്ചറിവോട് കൂടി തന്നെ ആയിരിക്കും അമേരിക്ക അവിടെ നിന്ന് വിഡ്രോ ചെയ്തതും. പക്ഷേ എന്തുകൊണ്ട് അമേരിക്ക അന്ന് അവിടെ അങ്ങനൊരു എന്താണ് പറയുന്നത് ഒരു പോളിസി എറർ അല്ലെങ്കിൽ ഈ പറഞ്ഞ തന്ത്രപരമായിട്ടുള്ള അവരുടെ നയത്തിൽ ഇങ്ങനൊരു മിസ്റ്റേക്ക് അവർ കാണിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോഴും ചോദ്യങ്ങൾ നിലനിൽക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ അവർക്ക് ഈ പറഞ്ഞ എയർബേസ് തിരികെ വേണമെന്ന് ഉള്ള ഒരു അവകാശവാദം അല്ലെങ്കിൽ ക്ലെയിം എന്തുകൊണ്ടാണ് ട്രംപും അമേരിക്കയും മുന്നോട്ട് വെക്കുന്നത്? ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കണ്ടീഷൻ നമുക്ക് മനസ്സിലാക്കാം. കാരണം ചൈനയ്ക്കും പ്രത്യേകിച്ച് ചൈനയുടെ ഒപ്പം നിൽക്കുന്ന റഷ്യയ്ക്കും ഒക്കെ തന്നെ ഈ റീജിയനിൽ വൻതോതിലുള്ള സ്വാധീനം വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് തന്ത്രപരമായിട്ടുള്ള ഒത്തിരി നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഇത് ഇവിടുന്ന് വിട്ടുപോയതിന് ശേഷം. കാരണം അവർക്ക് തീർച്ചയായിട്ടും ഇറാനെ അതിനുശേഷം കാര്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ വന്നൊക്കെ ഈ എയർബേസ് അവർക്ക് നഷ്ടമായതുകൊണ്ട് ആണ് എന്നുള്ള വിലയിരുത്തലുണ്ട്. ഈ എയർബേസ് അമേരിക്കയുടെ കൈകളിലോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് നഷ്ടമായിരുന്നില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കഴിഞ്ഞ ഇസ്രായേൽ ഇറാൻ വാറിലൊക്കെ തന്നെ അമേരിക്കയ്ക്ക് ഈ എയർബേസിനെ ഉപയോഗിച്ച് ഇസ്രായേലിൻ്റെ സഹായത്തോടുകൂടി തീർച്ചയായിട്ടും ഇറാനെ വളരെ ഫലപ്രദമായിട്ട് എന്താണ് പറയുന്നത് ചെക്ക്മേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇറാനെ തീർച്ചയായിട്ടും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുവാനും ഒക്കെ തന്നെ കഴിയുമായിരുന്നു എന്നുള്ളൊരു വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ചൈനയെ കുറച്ചൊന്നുമല്ല അമേരിക്കയെ കുറച്ചൊന്നുമല്ല അലവസരപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വൻതോതിലുള്ള ഹെഡേക്ക് തലവേദന നൽകിക്കൊണ്ടിരിക്കുന്നു. കാരണം 2023 മുതൽ 21 താലിബാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ വരുന്നത്. 2023 ആയപ്പോഴത്തേക്ക് 23 മുതൽ ചൈനയും താലിബാനും തമ്മിൽ വൻതോതിലുള്ള എക്സ്ചേഞ്ചുകൾ അല്ലെങ്കിൽ റിലേഷൻസ് കൂടുതൽ ശക്തമാക്കുന്ന പരിപാടികൾ നടക്കുന്നുണ്ട്. കാരണം താലിബാനെ സംബന്ധിച്ചും അവരിപ്പോഴും ലോകത്ത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. അഫ്ഗാനിസ്ഥാൻ അല്ല, താലിബാൻ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന അഫ്ഗാനിസ്ഥാൻ. കാരണം അവർ പൂർണ്ണമായിട്ടും ലോകത്തിൻ്റെ എന്താണ് പറയുന്നത് ജിയോ പൊളിറ്റിക്കലി അവർ മുഖ്യധാരയിലോട്ടൊന്നും വന്നിട്ടില്ല. കാരണം അമേരിക്ക നൽകുന്ന ചില ഹ്യൂമാനിറ്റേറിയൻ എയ്ഡൊക്കെ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ താലിബാൻ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും വൻതോതിലുള്ള ഇക്കണോമിക് ആയിട്ടുള്ള സഹായങ്ങൾ ഒക്കെ തന്നെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് ചൈനയുടെ ഭാഗത്തുനിന്ന് അവർക്ക് ലഭിക്കും അല്ലെങ്കിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു ഗ്യാരണ്ടി ഉറപ്പ് താലിബാന് ലഭിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും താലിബാൻ ചൈനയുമായിട്ട് കൂടുതൽ ബന്ധം അല്ലെങ്കിൽ സൗഹൃദം ഉണ്ടാക്കിയെടുക്കുകയും അത് വ്യാപിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ചൈന കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ്
ഒത്തിരി കാലം ഒന്നും ആയില്ല. കൂടുതൽ രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ ചൈന ഇടപെട്ട് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലൊരു പീസ് ഇനിഷ്യേറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ വന്നതിന് ശേഷം പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ല. കാരണം പണ്ട് പാകിസ്ഥാനും താലിബാനും തമ്മിൽ നമുക്കറിയാം ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു. കാരണം പാകിസ്ഥാനാണല്ലോ ഇതിനെല്ലാം ചൂ ഏഹ് ചൂട്ട് പിടിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ ഇതിനെല്ലാം വളർത്താൻ സഹായിച്ചതൊക്കെ പാകിസ്ഥാനാണല്ലോ. അപ്പം താലിബാൻ പാകിസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന് വൻതോതിലുള്ള സ്വാധീനം അഫ്ഗാനിസ്ഥാനിൽ ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം ഏറ്റെടുത്തതോടുകൂടി പിക്ചർ ടോട്ടലി ചേഞ്ച് ആയി. പാകിസ്ഥാനും താലിബാൻ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ വളരെ ഡേ ആഫ്റ്റർ ഡേ ഓരോ ദിവസം കഴിയുന്നതും സ്പോയിലാകാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോർഡർ ക്ലാഷും കോൺഫ്ലിക്റ്റും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. താലിബാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലുള്ള ഇപ്പോഴത്തെ താലിബാൻ ഭരണകൂടം പാകിസ്ഥാനോട് അത്ര സുഖകരമായിട്ടുള്ള ഒരു ബന്ധമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ചൈനയ്ക്ക് ഈ പറഞ്ഞ രാജ്യങ്ങൾ രണ്ട് തട്ടിൽ നിൽക്കുന്ന ചൈനയെ സംബന്ധിച്ച് അത്ര അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ലാത്തതുകൊണ്ട് ചൈന കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ നേതൃത്വം കൊടുത്ത് ഒരു പീസ് ബ്രോക്കറിങ് അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് ഒക്കെ ചൈന നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ശക്തമായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഈ റീജിയനിലുള്ള സ്വാധീനം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുമെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി തുടങ്ങിയുകൊണ്ടാണ് ഇപ്പോൾ ഈ എയർബേസ് അല്ലെങ്കിൽ ഈ ഒരു തന്ത്രപരമായിട്ടുള്ള സ്ഥലം ലഭിക്കുവാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രൊപ്പോസൽ ആദ്യം മുമ്പോട്ട് വെച്ചു. അത് താലിബാൻ തള്ളിക്കളഞ്ഞു. അപ്പോൾ അതിനുശേഷമാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ടായത്. അപ്പോൾ ചൈനയുടെ ഭാഗത്തുനിന്നും ഏകദേശം ഇക്കണോമിക് ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. 25 വർഷത്തെ ഓയിൽ എക്സ്ട്രാക്ഷൻ ഡീൽ $150 മില്യൺ. പിന്നെ അതിനുശേഷം അത് $540 മില്യൺ ഉയർത്തുകയൊക്കെ ചെയ്തു. അഫ്ഗാനിസ്ഥാനിൽ ഒത്തിരി മിനറൽ റിസോഴ്സുകളൊക്കെ ഉണ്ട്. ലിത്തിയം വളരെ പ്രധാനപ്പെട്ട മിനറൽ റിസോഴ്സാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മുകളിൽ ചൈനയ്ക്ക് സ്വാധീനം ലഭിക്കാൻ തുടങ്ങി. കാരണം ചൈന വൻതോതിലൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയെ മാത്രമല്ല ഇന്ത്യയെയും വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സുകളൊക്കെ തന്നെ അഫ്ഗാനിസ്ഥാനെ അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റീജിയണൽ കണക്ടിവിറ്റി പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഇതുപോലുള്ള രാജ്യങ്ങൾ, ബംഗ്ലാദേശ് ഇതുപോലുള്ള രാജ്യങ്ങളെയൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെ ചൈനയുടെ ഇൻഫ്ലുവൻസ് റീജിയനിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ അമേരിക്കയ്ക്ക് തലവേദന ഉണ്ടാക്കി വെക്കുന്ന ഒരു കാര്യമാണ്. വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചൈന പാകിസ്ഥാൻ നടത്തിയ പോലെ തന്നെ സിപെക്കിൻ്റെ പ്രോജക്റ്റ് പോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് BRIയുടെ ഭാഗമായിട്ട് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ചൈന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ 2024 ചൈന ആണ് അവരുടെ താലിബാനെ താലിബാൻ അപ്പോയിന്റ് ചെയ്ത അംബാസഡറെ ആദ്യമായിട്ട് അക്രഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചൈന താലിബാനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചു അല്ലെങ്കിൽ താലിബാൻ നേതൃത്വം കൊടുക്കുന്ന അഫ്ഗാനിസ്ഥാനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു എന്നുള്ളൊരു സിഗ്നലാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ചൈനയെ സംബന്ധിച്ച് സെക്യൂരിറ്റി പ്രശ്നമുണ്ട്. അവരെ സംബന്ധിച്ച് താലിബാന്റെ മുകളിൽ കൂടുതൽ സ്വാധീനം അവർക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് തടയുവാൻ കഴിയും. പ്രത്യേകിച്ച് ചൈനയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഉയ്ഗൂർ വിഘടനവാദികൾ, അത് ചൈനയുടെ ഈ ബെൽറ്റ് ആൻഡ് റോഡ് പ്രോജക്ട്സിനും പാകിസ്ഥാനിലെ ഈ സിപെക്കിനും ഒക്കെ തന്നെ വൻതോതിലുള്ള ഭീഷണികൾ ഈ പറഞ്ഞ വിഘടനവാദ പ്രവർത്തനങ്ങൾ മുഖാന്തരം അവർ നേരിടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ മുകളിൽ ചൈനയ്ക്ക് സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ താലിബാനോട് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ ഇതുപോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളും അല്ലെങ്കിൽ മിലിറ്റൻ്റ് ഓർഗനൈസേഷനൊന്നും വളരാൻ താലിബാൻ അനുവദിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ളൊരു താല്പര്യം ചൈനയുടെ ഭാഗത്തുനിന്നുണ്ട്. അതൊക്കെ എത്രത്തോളം പിന്നെ ഫലവത്താകും അല്ലെങ്കിൽ ഫലപ്രദമാകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ചില കാര്യങ്ങളാണ്. താലിബാനെ സംബന്ധിച്ച് ലോകത്ത് മറ്റൊന്നും സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ചൈന വലിയൊരു സാമ്പത്തിക ശക്തി ആയതുകൊണ്ടും ചൈനയ്ക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താൻ സാധിക്കുന്നതുകൊണ്ടും താലിബാനെ സംബന്ധിച്ച് ചൈന ഒരു റിലീഫാണ്, ആശ്വാസമാണ്. അപ്പം ചൈനയായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് താലിബാൻ്റെയും ആവശ്യം. കാരണം അഫ്ഗാനിസ്ഥാനിൽ ഏകദേശം 23.7 മില്യൺ ആൾക്കാർ ഈ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട്, സുരക്ഷയല്ല ഭക്ഷ്യസുരക്ഷ ഇല്ലാത്ത അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷ ഫുഡ് സെക്യൂരിറ്റി പ്രോബ്ലംസ് നേരിടുന്ന 23.7 മില്യൺ, ഏകദേശം 24 ദശലക്ഷം അഫ്ഗാൻകാർ ഉണ്ട്. എന്ന് വെച്ചാൽ അവരെല്ലാം പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും പിടിയിലായതുകൊണ്ട് തീർച്ചയായിട്ടും അത് താലിബാൻ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ വൻതോതിലുള്ള പ്രശ്നങ്ങൾ
ആഭ്യന്തരമായി ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ചൈനയെപ്പോലുള്ള രാജ്യത്തു നിന്ന് വൻതോതിലുള്ള സാമ്പത്തിക സഹായം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ചൈനയെ ഇപ്പോൾ മുറുകെ പിടിച്ചിരിക്കുകയാണ് താലിബാൻ. അപ്പോൾ താലിബാനെ സംബന്ധിച്ചും ഇത് ഒരു റെക്കഗ്നീഷനാണ്. അപ്പോൾ അവർക്കും റീജിയണലായിട്ടുള്ളൊരു എന്താണ് പറയുന്നത്, അവരുടെ ഒരു ഡൈനാമിക്സ് റീഷേപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ട്രംപിനെ അലോസരപ്പെടുത്തുന്നതും അല്ലെങ്കിൽ അമേരിക്ക അലോസരപ്പെടുത്തുന്നതും. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഇൻഫ്ലുവൻസ് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ അമേരിക്കയുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ചൈനയുടെ ഈ സ്വാധീനം വർദ്ധിച്ചു വരുന്നത് അമേരിക്കയെ ഒട്ടും ഒന്നുമില്ല ആശങ്കപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ബാഗ്രാം എയർബേസ് അമേരിക്കയ്ക്ക് നഷ്ടമായത് അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു സെൻട്രൽ ഏഷ്യ, പ്രത്യേകിച്ച് സെൻട്രൽ ഏഷ്യയിലെ അവരുടെ വലിയൊരു സ്വാധീനം, ലിവറേജ് നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട്. ട്രംപ് ഈ ഭീഷണിയുമായിട്ട് മുന്നോട്ട് വന്നത് തീർച്ചയായിട്ടും അത് താലിബാനായിട്ടുള്ള പ്രശ്നങ്ങൾ പഴയ പോലെ തന്നെ കൂടുതൽ വഷളാക്കാനും ഒരുപക്ഷെ പഴയതുപോലെ തന്നെ അമേരിക്ക വീണ്ടും താലിബാനെതിരെ യുദ്ധം ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു എയർബേസ്, ഈ സ്ട്രാറ്റജിക് ലൊക്കേഷൻ അമേരിക്കയ്ക്ക് കൂടിയേ തീരൂ എന്നുള്ള അവസ്ഥയാണ് ഇപ്പം. പ്രത്യേകിച്ച് ഇറാൻ എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ചൈന, റഷ്യയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ഈ പറഞ്ഞ സെൻട്രൽ ഏഷ്യയിലും ഒക്കെ തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയുടെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ വെളിച്ചത്തിലും ഒക്കെ തന്നെ അമേരിക്കയ്ക്ക് ഈ എയർബേസ് ലഭിക്കാതെ മറ്റൊരു മാർഗ്ഗമില്ല. അമേരിക്ക ഇന്ത്യയുടെ ഹിമാലയൻ റീജിയനിൽ കാശ്മീർ ഭാഗങ്ങളിലൊക്കെ പണ്ട് മുതലേ തന്നെ അവിടെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ ലഭിക്കുവാനുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളും താല്പര്യങ്ങളൊക്കെ പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ അത് ഇതുവരെ ഫലവത്തായിട്ടില്ല. പക്ഷേ അതിന് പകരമായിട്ട് ഈ അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം എയർബേസ് അവർക്ക് വളരെയധികം സഹായങ്ങൾ, സ്ട്രാറ്റജിക്കായിട്ടുള്ള അവരുടെ ഒത്തിരി താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ അവരുള്ള സമയത്ത്. അപ്പോൾ അത് നഷ്ടപ്പെടുത്തിയ അമേരിക്ക തന്നെയാണ്. അതിനെ റീടേക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് സമീപ ഭാവിയിൽ അമേരിക്ക, ബ്രിട്ടൻ ആക്സിസ് വീണ്ടും താലിബാനെതിരെ യുദ്ധം ചെയ്ത് അഫ്ഗാനിസ്ഥാൻ അവരുടെ നിയന്ത്രണത്തിലും സ്വാധീനത്തിലും ആക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ചൈനയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ അവരുടെ സ്വാധീനം, ഫുട് പ്രിന്റ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ അമേരിക്കയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അമേരിക്കയെ മാത്രമല്ല, ഇന്ത്യക്ക് അത് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു എയർബേസ് അമേരിക്കയ്ക്ക് ലഭിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. പക്ഷേ താലിബാൻ അത് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ചൈനയും അപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചൈനയ്ക്കും ഇതിനകത്തിൽ അമേരിക്കയ്ക്ക് ഈ എയർബേസ് തിരികെ കിട്ടുവാണെങ്കിൽ ചൈനയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ചൈനയ്ക്കറിയാം. കാരണം ചൈനയുടെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ ഒക്കെ ഈ എയർബേസുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ വളരെ അടുത്താണ്. അപ്പം അമേരിക്കയ്ക്ക് ഈ എയർബേസ് കിട്ടുവാണെങ്കിൽ ചൈനയുടെ തന്ത്രപ്രധാന സ്ഥലങ്ങളെയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണെന്ന് അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ എയർബേസ് അവർക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇപ്പോഴത്തെ ടാർഗറ്റായി മാറിയിട്ടുണ്ട്. താലിബാൻ്റെ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി ഈ ട്രംപിൻ്റെ ഈ ഐഡിയയെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഒരു രീതിയിലും ഒരു വിദേശ ശക്തികളെയും അഫ്ഗാനിസ്ഥാൻ മണ്ണിലേക്ക് ഇനിയും കാലുകുത്താൻ അനുവദിക്കത്തില്ല എന്നാണ് താലിബാൻ്റെ ഇപ്പോഴത്തെ നിലപാട്. അപ്പോൾ ഇനി അമേരിക്കയുടെ ഫർദറായിട്ടുള്ള നടപടികളും അല്ലെങ്കിൽ നീക്കങ്ങളും എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് വളരെ ആകാംക്ഷയോടെ താല്പര്യപൂർവ്വം നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും ഈ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് അമേരിക്ക അവർക്ക് അവരുടെ തന്ത്രപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് ഹാനി വരുത്തുന്ന രീതിയിലുള്ള നയങ്ങളുമായിട്ട് അവർ മുമ്പോട്ട് പോകും, അല്ലെങ്കിൽ കൈകെട്ടി നോക്കി നിൽക്കും എന്ന് നമ്മൾ കരുതണ്ട. തീർച്ചയായിട്ടും ഇറാൻ ഇപ്പോഴും അവരുടെ ടാർഗറ്റാണ്. ഇറാനിൽ ഒരു ഭരണ നേതൃത്വ മാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ് ഇപ്പോഴും. തൽക്കാലം ഇറാൻ ഒരു യുദ്ധം ഉണ്ടായി, അത് നിർത്തി എന്ന് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് കരുതണ്ട. മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഇനിയും വരും ദിവസങ്ങളിലും പല രീതിയിലും പല മേഖലകളിലും രൂക്ഷമായിട്ട് തന്നെ ഉണ്ടാകും എന്ന് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇറാനെ കൂടെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ഈ എയർബേസ് അവർക്ക് തിരികെ ലഭിക്കണം.
എന്നുള്ളത് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ തന്നെ നമുക്ക് ഒരുപക്ഷെ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള പുതിയ ഈ പറഞ്ഞ ഡിഫൻസ് എഗ്രിമെൻ്റ് നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ. അത് തീർച്ചയായിട്ടും അമേരിക്കയുടെ അറിവോട് കൂടിയും അമേരിക്കയുടെ താല്പര്യത്തോടു കൂടി മാത്രമായിരിക്കും ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇങ്ങനൊരു എഗ്രിമെൻറ്റിൽ പങ്കെടുത്തത്. അത് ഒരുപക്ഷെ ഇറാൻ എന്നുള്ളൊരു മുഖ്യ ശത്രുവിനെ വേണ്ടി മാത്രമായിരിക്കും ഈ സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഡിഫൻസ് പാക്ട് ഉണ്ടാക്കിയതും എന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ ഊഹിക്കേണ്ടിയിരിക്കും. നമുക്ക് അതിൻ്റെ കൃത്യത നമുക്കറിയത്തില്ല ഇപ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എയർബേസ് അമേരിക്കയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് തിരികെ ലഭിക്കുക എന്നുള്ളത് അമേരിക്കയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ളൊരു പ്രസ്താവനയാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വെച്ചത്, അതിനുശേഷമുള്ള ഭീഷണിയും. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. തൽക്കാലം ഇത്രയും പറഞ്ഞ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.